ഹലോ പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്ത്രീകൾക്ക് പൊതുവേ ഉള്ളൊരു സ്വഭാവമുണ്ട് പുരുഷന്മാരെക്കാളും കൂടുതലായിട്ട്. ആവശ്യമില്ലാതെ നിസാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് കുറേ ഇങ്ങനെ സംസാരിക്കും, ടെൻഷൻ അടിക്കും, പരിഭവം പറയും, പിറുപിറുക്കും. ഇതൊക്കെ കൂടുതലും ചെയ്യുന്നത് വീട്ടുജോലികൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കുമാണ്. അതാണ് ഏറ്റവും രസകരം. ഈ വീട്ടുജോലി വെറുതെ ഇരുന്ന് വീട്ടിലിരുന്ന് ജോലി ചെയ്യുമ്പോൾ ഉള്ള സ്ത്രീകൾക്ക് ഉള്ള ഒരു കുഴപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ വീട്ടുജോലിയുടെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെ ബോസും സ്റ്റാഫും എല്ലാം നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇമോഷൻസ് എല്ലാം പ്രകടിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ വീട്ടുജോലികൾ എടുക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ പിറുപിറുക്കും, ശകാരിക്കും, ദേഷ്യപ്പെടും, സങ്കടപ്പെടും, കരയും, പരിഭവിക്കും. എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീട്ടുജോലിയുടെ ഇടയ്ക്ക് ചെയ്യുമല്ലേ. ഇങ്ങനെ വീട്ടുജോലിയുടെ ഇടയ്ക്കും സങ്കടപ്പെടുകയും പരിഭവിക്കുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ നെഗറ്റീവ് ചിന്തകളിലേക്ക് പിന്നെയും പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നെഗറ്റീവ് ചിന്തകൾ കുറയ്ക്കുവാനും പോസിറ്റീവ് ചിന്തകൾ വളർത്തിയെടുക്കുവാനും ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യേണ്ട. കൊച്ചു വീഡിയോയാണ്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ. കാരണം നമ്മുടെ ചാനലിൽ ഒരുപാട് മണി സേവിങ്സ് ടിപ്പുകളുണ്ട്. അത് ഞാൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ചെലവ് ചുരുക്കി എങ്ങനെ ജീവിക്കാം, അതുപോലെ സ്വയം തൊഴിൽ ചെയ്യാവുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണുക കേട്ടോ. കുറച്ച് വീഡിയോസിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. അപ്പോൾ വരുമാനമൊന്നുമില്ലാതെ വീട്ടുജോലി ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു മാനസികോല്ലാസം ഒന്നുമില്ല. അപ്പോൾ മാനസികോല്ലാസമുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കണം. അപ്പോൾ അത് സാമ്പത്തികമായിട്ട് ഉയർന്ന സ്ഥിതിയിലുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് മാനസികോല്ലാസത്തിനെന്നൊക്കെ പറഞ്ഞ് സമയം ചെലവഴിക്കാനും അതിനുവേണ്ടി പണം ചെലവഴിക്കുവാനൊക്കെ ആയിട്ട് സാധിക്കും. ഞാനിന്ന് പറയുവാൻ പോകുന്നത് സാധാരണക്കാരികളായിട്ടുള്ള അധിക സാമ്പത്തികം ഒന്നും ഇല്ലാത്ത വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്പുകളാണ് കേട്ടോ. നെഗറ്റീവ് ചിന്തകൾ അവോയ്ഡ് ചെയ്യുവാനായിട്ടുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് നമ്മൾ കുറച്ചുകൂടെ ബിസി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ബിസി ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും സ്ട്രെസ് ആവാൻ പാടില്ല. നമുക്കത് മാനസികമായിട്ട് സന്തോഷം തരുന്ന കാര്യങ്ങളിലേക്ക് മാത്രം നമ്മൾ ബിസി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. അത് ഓരോരുത്തരുടെ ചോയ്സാണ്. ഇന്നതൊന്നും എനിക്ക് പറഞ്ഞു തരുവാൻ പറ്റില്ല. അവരവരുടെ ഇഷ്ടം എന്താണെന്ന് കണ്ട് അതിലോട്ട് നമ്മൾ ബിസിയായി തീരുക. ഇനി വരുമാനം കിട്ടുവാനായിട്ടുള്ള കുറച്ച് മാർഗങ്ങൾ, നമുക്ക് മാനസികോല്ലാസം കിട്ടുന്നതും ആണെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാർഡനിങ്, കൃഷി, കുക്കിംഗ് നമുക്ക് വരുമാന മാർഗമാക്കാമല്ലോ. നമ്മളത് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ നമുക്ക് വിൽക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിനെയൊക്കെ കുക്കിംഗ് ഇഷ്ടമുള്ളവർക്ക് ഇതെല്ലാം കണ്ടന്റ് ആക്കിക്കൊണ്ട് യൂട്യൂബ് വീഡിയോസ് ഉണ്ടാക്കാൻ പറ്റും. തനിയെ അതൊരു ബ്രാൻഡായിട്ട് വളർന്നു വരികയും ചെയ്യും. ഇനി ട്യൂഷൻ എടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. പാട്ട് പാടാനും പഠിക്കാനും വരയ്ക്കാനും എഴുതാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ കുറച്ച് ബിസി ആവണം കേട്ടോ. അല്ലാതെ വെറുതെ ആലോചിച്ചിരുന്ന് വീട്ടുപണി മാത്രമായിട്ട് ഇരുന്ന് അങ്ങനെ ജീവിച്ചു പോകുമ്പോഴാണ് നമ്മുടെ ലൈഫ് ഒരർത്ഥവും ഇല്ല എന്ന് നമുക്ക് തോന്നുന്നത്. കാരണം ഈ കുട്ടികളൊക്കെ വളർന്ന് വലുതായിട്ട് വരും. കുറച്ച് കഴിയുമ്പോൾ അവരവരുടെ കാര്യങ്ങൾ നോക്കി പോകുമ്പോൾ നമ്മൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഓർത്ത് വെക്കുവാനായിട്ട് നല്ല നിമിഷങ്ങൾ ഉണ്ടാകുവാനും എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അടയാളപ്പെടുത്തിയിട്ടിട്ട് പോകുവാനും ഒക്കെ സാധിക്കണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ കുറച്ചുകൂടെ മുഴുകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ഒരു കുഴപ്പവും ഇല്ലാതെ വീട്ടുജോലിയൊക്കെ ചെയ്ത് അങ്ങനെ വെറുതെ അങ്ങ് ജീവിച്ചു പോകുന്ന ഒരുപാട് പേരുണ്ട്. വളരെ ഹാപ്പി ആയിട്ട് അവർ ജീവിച്ചു പോകുന്നുണ്ട്. എന്നാൽ ഞാൻ പറയുന്നത് ഇതിലൊന്നും ഒരു പൂർണ്ണതയില്ല, സന്തോഷമില്ല, എന്തൊക്കെ ഒരു നിരാശയുണ്ട്, ഇനി എന്തൊക്കെയോ ഒന്നാവാനുണ്ട് എന്നൊക്കെ വിചാരിക്കുന്നവരും ഉണ്ട്. എന്നാൽ എന്ത് ചെയ്യണമെന്നറിയില്ല. അങ്ങനെയുള്ളവർ സ്വയം മോട്ടിവേറ്റ് ആകണം. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുവാനായിട്ട് വേറെ ആരുമില്ല, നമ്മൾ തനിയേ ഉള്ളൂ. ഇത് മനസ്സിലാക്കി സ്വയം എല്ലാത്തിനും ഒരു സമയം കണ്ടെത്തി കൂടുതൽ ബിസി ആയിട്ടിരിക്കുക. ആ ബിസി ആയിട്ടിരിക്കുന്നത് എപ്പോഴും നമുക്ക് മാനസികമായിട്ട് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളിലായിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, വരുമാനത്തിനും സന്തോഷത്തിനുമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടെ ഷെയർ ചെയ്യുക. അതായത് യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ളത്. ഇതൊക്കെ ഇപ്പോൾ നമുക്കൊരു വരുമാന മാർഗങ്ങൾ കൂടിയാണല്ലേ. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ എന്തായി തീരുമെന്നൊന്നും പറയുവാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറയുന്നത് നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരോടല്ല, നമ്മുടെ ജീവിതത്തിന് എന്തൊക്കെയോ ഒരു കുറവുകളുണ്ട്, ഒരു സന്തോഷക്കുറവുണ്ട് വീട്ടിൽ വെറുതെ ഇരുന്ന് ഇങ്ങനെ ജീവിക്കുമ്പോൾ എന്ന് വിചാരിച്ചു പോകുന്ന സ്ത്രീകളോടാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് വരാം. ടാറ്റാ.